നമുക്കിന്ന് ഫ്ലൂകോണസോളിൻ്റെ സ്ട്രക്ചറും നോമൻക്ലേച്ചറും നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡയഗ്രാമിൽ കാണും പോലെ ഫ്ലൂകോണസോൾ എന്ന് പറയുന്നത് ഒരു ബെൻസീൻ റിങ്, അതിൻ്റെ രണ്ട് സൈഡിലും ഫ്ലൂകോണസോൾ പേര് ശ്രദ്ധിക്കുക കേട്ടോ. അസോൾ റിംഗ് സിസ്റ്റം ഉണ്ട്. എങ്ങനെയുള്ള അസോൾ റിംഗ് സിസ്റ്റമാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? 3 നൈട്രജൻ ആറ്റമുള്ള 5 മെമ്പേർഡ് ആയിട്ടുള്ള ഒരു ഹെട്രോസൈക്ലിക് കോമ്പൗണ്ടാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ 3 മെമ്പേർഡ് 3 അസ, അപ്പോൾ ട്രൈ അസോൾ റിംഗ് സിസ്റ്റം ഉള്ളതാണ് ഫ്ലൂകോണസോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഒരു ബെൻസീൻ റിങ്ങിൻ്റെ സെക്കൻഡ് ആൻഡ് ഫോർത്ത് പൊസിഷനിൽ ഫ്ലൂറിൻ ഗ്രൂപ്പ്. അപ്പോൾ അതിനെ നമ്മൾ എന്തെന്ന് പറയും? 2,4-ഡൈഫ്ലൂറോഫിനൈൽ. ഇനി ആ ബെൻസീൻ റിങ്ങിൻ്റെ ഫസ്റ്റ് പൊസിഷനിൽ ഒരു കാർബൺ, ദെൻ ആ കാർബണിലോട്ട് ഒരു OH ഗ്രൂപ്പ്, 3 മെമ്പേർഡ് ആയിട്ടുള്ള കാർബണാണ് CH2. അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് പ്രൊപ്പാൻ 2 ആണ്. അതിൻ്റെ ഫസ്റ്റ് കാർബണിലോട്ട് ട്രയസോൾ റിംഗ് സിസ്റ്റം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. തേർഡ് കാർബണിന് അടുത്ത ട്രയസോൾ റിംഗ് സിസ്റ്റം പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ നോമൻക്ലേച്ചർ ഇവിടെ നമ്പറിങ് കൊടുത്തിരിക്കുന്ന ട്രയസോളിന് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത്, ഫിഫ്ത്ത്. അപ്പോൾ 1-3 പൊസിഷനിൽ 1-2-4 പൊസിഷൻസിലാണ് നൈട്രജൻ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് 1-2-4 ട്രൈ അസോൾ 1YL എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ രണ്ട് ഗ്രൂപ്പ് ആകുമ്പോൾ എന്ത് നമ്മൾ എഴുതും? 1-3 ബിസ് 1-2-4 ട്രൈ അസോൾ 1YL. പിന്നെ നമുക്കിവിടെ അറിയാം CH2, CHOH, CH2 എന്ന് പറയുന്നത് പ്രൊപ്പാൻ 2 ആണ്. അതാണ് പ്രൊപ്പാൻ 2. അപ്പോൾ നോമൻക്ലേച്ചർ എളുപ്പമല്ലേ? ഈ സെക്കൻഡ് കാർബൺ ആറ്റത്തു നിന്നാണ് ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലൊക്കെ ലിങ്കേജ് പോയിരിക്കുന്ന ആ സെക്കൻഡ് കാർബൺ നമ്മൾ പുറത്തേക്ക് എടുത്തു 2. പിന്നെ നമുക്ക് അറിയാം 2,4-ഡൈഫ്ലൂറോഫിനൈൽ. നെക്സ്റ്റ് വൺ ഈസ് 1-3 ബിസ്. എന്താണ് ബിസ്? രണ്ടായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള രണ്ട് പേര് ആരൊക്കെയാണ്? 1-2-4 ട്രൈ അസോൾ 1YL, then propan 2-ol. സ്ട്രക്ചർ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതൊരു ആൻറ്റി ഫംഗൽ ഡ്രഗാണ്.